ഈ ഒരു റെസിപ്പി എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അത്രയും ടേസ്റ്റ് ഉണ്ടായിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അടിപൊളി ഒരു ചിക്കൻ ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറിയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഏത് പാത്രത്തിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് ആ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടെ തന്നെ മല്ലിയില, പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, 1/4 ടീസ്പൂൺ നെയ്യും, പിന്നെ 2 സവാള പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് തേങ്ങയും വെള്ളത്തിൽ കുതിർത്തിട്ടുള്ള ബദാമും കൂടെയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലോണം പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ആഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇനി 1 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ അടച്ച് വെക്കട്ടോ. 1 മണിക്കൂറിന് ശേഷമാണ് ഞാൻ ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ ഗ്രേവി ഇവിടെ നല്ല അടിപൊളിയായിട്ട് തയ്യാറായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ബട്ടർ നാനാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നല്ല കോമ്പിനേഷനാണ് കേട്ടോ ബട്ടർ നാനും ഈ ചിക്കൻ ഗ്രേവി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഓക്കെ.